നമസ്കാരം. ഇന്ന് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ മുൻപ് 10th ലെവൽ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളവയാണ്. അതിൻ്റെ അനുബന്ധ വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എല്ലാവരും ഇത് കേൾക്കണം. ബേസിക് ലെവൽ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ആ ഭാഗത്താണ് നമുക്ക് കൂടുതൽ മൈനസ് മാർക്ക് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ക്ലിയർ ആയിട്ട് സെറ്റാക്കി നമ്മൾ എക്സാം ഹാളിലേക്ക് പോകണം. ഒന്നാമത്തെ ടോപ്പിക്ക് അതിർത്തി എന്നതാണ് ടോപ്പിക്ക്. ഇന്ത്യയുടെ അതിർത്തിയാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 7 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നു. നമുക്ക് ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പാകിസ്ഥാൻ. ആ പടിഞ്ഞാറ് ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാകിസ്ഥാൻ, ദെൻ അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഒരിക്കൽ കൂടി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇനി ഇന്ത്യ 2 രാജ്യങ്ങളുമായി സമുദ്രാതിർത്തി പങ്കിടുന്നു. 2 രാജ്യങ്ങളുമായി സമുദ്രാതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപ്. അപ്പം കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 7. സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? 2. ഇനി ശ്രദ്ധിക്കുക, ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുതേത്, അല്ലെങ്കിൽ ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചൈനയാണ് എന്ന് പഠിക്കണം. ചൈനയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? അത് ചൈനയാണ്. കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത്? അത് ഭൂട്ടാനാണ്. ആ 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? കരാതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം ഏതാ? ചൈനയും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. ഇനി ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അതേതാ? ബംഗ്ലാദേശാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശ്. കുറവ് അഫ്ഗാനിസ്ഥാനാണ്. 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇന്ത്യ ഏറ്റവും കുറച്ച് കരാതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. 106 കിലോമീറ്റർ. ഇനി ശ്രദ്ധിച്ചാണേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത്? അത് ഭൂട്ടാൻ. എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് മാലിദ്വീപാണ്. ഏതാണ്? മാലിദ്വീപ്. ഇത്രയും ഓക്കെയാണോ? സെറ്റാണോ? ഇനി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? 16 സംസ്ഥാനം. എത്രയാണ്? 16 സംസ്ഥാനങ്ങളാണ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. ജസ്റ്റ് ആ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് പോകുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ഓക്കെയാണോ? നേരെ നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിയിട്ട് ഒന്ന് ഓടിച്ചു വെച്ചേക്കുക, ഏതൊക്കെ സംസ്ഥാനങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഇനി അതിർത്തി രേഖകൾ എന്ന് പഠിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. റാഡ്ക്ലിഫ്. ഇന്ത്യയും ചൈനയുമാണെങ്കിൽ മക്മോഗൻ രേഖയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഗൻ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക്. ഇനി ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി ചാനൽ. കിട്ടിയോ? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന മക്മോഗൻ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്, ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഓക്കെയാണോ? ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കയറുന്നു. ടോപ്പിക് ചുരങ്ങൾ. അപ്പോൾ ടോപ്പിക് 1 അതിർത്തികളായിരുന്നു. ടോപ്പിക് 2 എന്ന് പറയുന്നത് ചുരങ്ങൾ. ചുരങ്ങളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ പഠിക്കണം, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ലഡാക്ക്. ഇനി പ്രധാനപ്പെട്ട ചുരങ്ങൾ, അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബനിഹാൾ. ബനിഹാൾ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആയി പഠിക്കണേ. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. ദെൻ സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നമുക്ക് കാർഗിൽ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധഭൂമിയാണ്. അങ്ങോട്ട് സോൾജിയേഴ്സിന് പോകാനുള്ള ചുരം എന്ന രീതിയിൽ സോജില അങ്ങ് പഠിച്ചോണം. അങ്ങനൊന്നുമല്ല എങ്കിലും നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. സോജില ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഓക്കെയാണ്. ഇനി
ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. അതിൻ്റെ പേരാണ് ബാരാലാച്ച. ഏതാണ് ബാരാലാച്ച? നമ്മളിപ്പം ഹിമാചൽ പ്രദേശ് വഴിയാണ് ലഡാക്കിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ ഏത് ചുരം വഴി പോകുന്നു എന്ന് ഓർത്താൽ മതി, ബാരാലാച്ച. ബാരാലാച്ച. ഇനി ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. സെറ്റാണ്. ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ഇനി നാദുല ചുരമുണ്ട്. നാദുല ചുരവും ടിബറ്റിലേക്ക് ഒരു ബന്ധം നൽകുന്ന ചുരമാണ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? നാദുല ചുരം. ഓക്കെ, ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുമെങ്കിൽ നാദുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കും. ഇനി ബോഡില ചുരമുണ്ട്. അരുണാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? ബോഡില ചുരം. ഓക്കെ, ഇനി നാസിക്കിനെയും മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽക്കട്ട് ചുരം. താൽക്കട്ട്. നാസിക്, മുംബൈ, താൽക്കട്ട്. പൂനെയെയും മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർക്കട്ട് ചുരം. മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർക്കട്ട്. രത്നഗിരിയെ സത്താറയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? കുംബർലി ഘട്ടാണ്. ഏതാണ്? കുംബർലി ഘട്ട്. അപ്പൊ ചുരങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക് അവിടെ അവസാനിക്കുന്നു. അടുത്ത ടോപ്പിക് നമ്പർ 3 പോകുന്നു. സാമൂഹിക ക്ഷേമ പദ്ധതികളാണ്. ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസിലും വന്ന സാമൂഹിക ക്ഷേമ പദ്ധതികളാണ്. ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ പദ്ധതി താലോലം. ഒന്നാമത്തെ പദ്ധതിയുടെ പേരെന്താ? താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. ആ പോയിന്റ് ശ്രദ്ധിച്ച് പഠിച്ചോണേ. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതിയാണ് ഇത്? താലോലം പദ്ധതി. അടുത്തത് വയോമധുരം പദ്ധതി. വയോമധുരം. BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയുടെ പേരാണ് വയോമധുരം. വയോമധുരം. അപ്പോൾ ഓർത്തോണം, വയോമധുരം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. ആർക്ക്? 60 വയസ്സിന് മുകളിലുള്ളവർക്ക്. ക്ലിയർ ആണ്? ദെൻ വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പേരാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പേരാണ് വയോമിത്രം. കിട്ടിയേ? ദെൻ സാശ്രയ പദ്ധതി. സാശ്രയ പദ്ധതി എന്ന് പറയുന്നത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ പഠനത്തിനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം സാശ്രയ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സാണ്. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചവർക്ക് അത് തുടരാനുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് സാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി പഠിക്കണേ. അമൃതം ആരോഗ്യം. പേര് പഠിച്ചോ? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ക്ലിയർ? നെക്സ്റ്റ് ശലഭം. പദ്ധതിയുടെ പേരെന്താണ്? ശലഭം. നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടെത്താനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ശലഭം. ശലഭം പദ്ധതി കിട്ടിയോ? നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടെത്താനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ശലഭം. ദെൻ പരിരക്ഷാ പദ്ധതി. പരിരക്ഷാ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ഭിന്നശേഷിക്കാരാണ്. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സഹായം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. ഏതാണ് പദ്ധതിയുടെ പേര്? പരിരക്ഷ. ഒരിക്കൽ കൂടി പറഞ്ഞ് ക്ലിയറായി പഠിക്കാം. താലോലം. മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതി താലോലം. വയോമധുരം. BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി. സാശ്രയ. പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡേഴ്സിന് പഠനം തുടരാനുള്ള പദ്ധതി. അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ശലഭം. നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടെത്താനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. പരിരക്ഷ.
ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സഹായം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പരിരക്ഷാ പദ്ധതി. ഇത്രയും കിട്ടിയോ? ടോപ്പിക് നമ്പർ 4, 4ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിത്വത്തെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ പറ്റി ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പോയിന്റ് വളരെ 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 സിമ്പിൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ അത് ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. ദാദാഭായ് നവറോജിയാണ് എന്ന് പഠിക്കണം. അതുപോലെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ദാദാഭായ് നവറോജിയാണ് എന്ന് പഠിക്കണം. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയതാര്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാര് എന്ന് ചോദിച്ചാൽ അതും ദാദാഭായ് നവറോജിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് അതാണെന്ന് തോന്നുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ ബുക്കാണ്? ദാദാഭായ് നവറോജിയുടെ ബുക്കാണ്. ഇനി അതേ ഒരു പത്രം ആരംഭിച്ച് ആ പത്രത്തിൻ്റെ പേരാണ് വോയിസ് ഓഫ് ഇന്ത്യ. പത്രത്തിൻ്റെ പേരെന്താ? വോയിസ് ഓഫ് ഇന്ത്യ. ദെൻ ഒരു മാസികയുടെ പത്രാധിപരായി ദാദാഭായ് നവറോജി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ മാസികയുടെ പേരാണ് രസ്ത് ഗോഫ്താർ. രസ്ത് ഗോഫ്താർ. ദാദാഭായ് നവറോജിയുടെ ബുക്കിൻ്റെ പേരെന്താ? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹം പത്രാധിപരായ മാസികയുടെ പേരാണ് രസ്ത് ഗോഫ്താർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാര് എന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ് എന്ന് പഠിക്കണം. എന്നാൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയതാര്, അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അത് VKRV റാവു ആണ്. ഓക്കെ, ദെൻ നമ്മൾ നേരെ ടോപ്പിക് 5ലേക്ക് പോവുകയാണ്. ടോപ്പിക് 5 മനുഷ്യാവകാശ കമ്മീഷനാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. പറയട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പഠിച്ചേ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്താൽ സ്ഥാപിതമായ ബോഡിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ഇത്തരത്തിൽ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്. ആ ഡേറ്റ് പഠിക്കുക. 1993 സെപ്റ്റംബർ മാസം 28. 1993 സെപ്റ്റംബർ മാസം 28-ാം തീയതി പാസ്സാക്കിയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഓക്കെ, ഇനി ഇതിന് ആസ്ഥാനം എവിടെയാണ്? ഇതിന് ആസ്ഥാനം മാനവ് അധികാർ ഭവൻ. ഓക്കെ ആണോ? മാനവ് അധികാർ ഭവൻ. ആസ്ഥാനത്തിന്റെ പഴയ പേര് പട്ടേൽ ഹൗസ് എന്നായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവാധികാർ ഭവൻ, അതിന്റെ പഴയ പേരെന്താ? പട്ടേൽ ഹൗസ്. ഇനി ഇതിന്റെ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് ഓർക്കണം. നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അംഗസംഖ്യ പഠിക്കാം, 6 പേര്. അംഗസംഖ്യ എത്രയാണ്? 6. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 6 അവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. ഇനി ഇതിന്റെ ചെയർമാന്റെ യോഗ്യത ഒന്നുകിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ച ആളായിരിക്കണം. ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. അങ്ങനെ വിരമിച്ച ആളാണ് ഇതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. നോക്ക്, ആദ്യ ചെയർമാൻ ആര്? രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് രംഗനാഥ മിശ്രയാണ്. നിലവിൽ രാമസുബ്രഹ്മണ്യം. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ രാമസുബ്രഹ്മണ്യമാണ്. ദെൻ ലോക മനുഷ്യാവകാശ ദിനം എന്ന് ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം എന്ന ഡിസംബർ 10 ക്ലിയറായി പഠിച്ചോ? ഓക്കെ, അവരുടെ കാലാവധി ഉറപ്പിക്കണേ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അംഗസംഖ്യ 6. നിയമം, മനുഷ്യാവകാശ നിയമം 1993 സെപ്റ്റംബർ 28 വരുന്നു. 1993
ഒക്ടോബർ 12 ഇത് നിലവിൽ വരികയാണ്. ഓക്കെ, അപ്പം 5 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. മുൻ ചോദ്യങ്ങളെ ബേസ് ചെയ്താണ് നമ്മൾ ഈ 5 ടോപ്പിക്കുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ എടുക്കുക. ആ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്ത് പഠിക്കുക. കുറേയൊക്കെ ചോദ്യങ്ങൾ കിട്ടും, പക്ഷെ പുതുമയുള്ള ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങളൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ.